വെൽക്കം ടു റേസ് ഏഗൺ. യൂണിറ്റ് 4 നിന്നും വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യം ഇന്ദ്രധനുഷ് ധർത്തി പർ ഉത്തര എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. ചിത്രകഥാക്കെ പാത്ര കോൺ കോൺ ഹെ? ഈ ഒരു ചിത്രകഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയായിരുന്നു? ആദ്യം സപ്തം അല്ലെ, സപ്തം എന്ന ഇന്ദ്രധനുഷ് ഉണ്ട്. ആദ്യം പോകുന്നത് പേടിന്റെ അടുത്തേക്കാണ്, മരത്തിന്റെ അടുത്തേക്കാണ്. പിന്നീട് നിർജർ അരുവിയുടെ അടുത്ത് പോകുന്നു. അതിനുശേഷം ഒരു ആൺകുട്ടിയുടെ ലഡ്ക അല്ലെ, അവരുടെ അടുത്തേക്കാണ് പോകുന്നത്. നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, ജോംപടി മേ സപ്തം ക്യോ ഉദാസ് ഹോ ഗയാ? ആ ഒരു കുടിലിൽ, ജോംപടി എന്താണ്? കുടിലാണ് കേട്ടോ. അപ്പൊ ആ ഒരു കുടിലിൽ എന്തുകൊണ്ടാണ് സപ്തം വളരെ വിഷമിതനായിട്ടിരിക്കേണ്ടി വന്നത്? ഉദാസ് എന്താ? വിഷമമാണ് കേട്ടോ. നോക്കൂ, ജോംപടി കെ അന്ധകാർ മേ സപ്തം കെ സുന്ദർ രംഗ് ദിക്കായി നഹീ ദേ രഹേ ഥേ. ആ കുടിലിലെ ആ ഒരു ഇരുട്ടിൽ നമ്മുടെ സപ്തമിന്റെ 7 വർണ്ണങ്ങളും മങ്ങിപ്പോയി അല്ലെ, അത് കാണാനേ ഉണ്ടായിരുന്നില്ല. ഇസ്ലിയേ വോ ഉദാസ് ഹോ ഗയാ, അതുകൊണ്ടാണ് സപ്തമിന് വിഷമമായത്. നോക്കാം അടുത്ത ചോദ്യം. സപ്തം വാപ്പസ് ഗയാ അല്ലെ, അപ്പൊ സപ്തം എന്താ? തിരിച്ചു പോയി. ലഡ്കേനെ ഉസ് ദിൻ അപ്നി ഡയറി ലിഖി. അപ്പൊ ആ ആൺകുട്ടി അന്നേ ദിവസത്തെ ഡയറി എഴുതുകയാണ്. ലഡ്കേക്ക് ഡയറി കൽപ്പന കർക്കെ ലിഖേ. ആ ഒരു ആൺകുട്ടിയുടെ ഡയറി എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഡയറി എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ബോക്സിലുള്ള എഴുതണം. റൈറ്റ് സൈഡ് എന്ത് എഴുതി കൊടുക്കണം? ഡേറ്റും അതുപോലെ തന്നെ ദിവസവും എഴുതണം അല്ലെ. നോക്കാം. തുടക്കം ഇങ്ങനെയാണ്, ആജ് കാ ദിൻ മേ കൈസേ ഭൂലൂ? ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും അല്ലെ. ആജ് മേരേ ലിയേ, ഇന്ന് എനിക്ക് ബഹോത് ഖുഷി കാ ദിൻ ഥാ, വളരെ സന്തോഷത്തിന്റെ ദിവസമായിരുന്നു. ധർത്തി കെ ഖൂബ്സൂരതി ദേഖ്കർ ആകാശ് സേ ഏക് സപ്തം ആയാ ഥാ. അതായത് ഭൂമിയിലെ ആ ഒരു സൗന്ദര്യം കണ്ടിട്ട്, മനോഹാരിത കണ്ടിട്ട് ആകാശത്ത് നിന്നും ആര് വന്നു? ഒരു മഴവില്ല് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ് അല്ലെ. दिन भर मस्ती से चला और रात को मेरे घर में रहता था. അപ്പൊ രാവിലെ മുഴുവൻ, പകൽ സമയം മുഴുവൻ ആ ഒരു ഇന്ദ്രധനുഷ് എല്ലായിടങ്ങളിലും ചുറ്റിക്കറങ്ങി നടന്നു. രാത്രി ആയപ്പോ എന്റെ വീട്ടിലാണ് തങ്ങാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇസ്ലിയേ മേ ബഹോത് ഖുഷി ഹും, അതുകൊണ്ട് ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. ലേക്കിൻ മേരി ഘർ കി അന്ധേര, പക്ഷെ എന്റെ വീട്ടിലെ ആ ഒരു ഇരുട്ട്, അന്ധേര എന്താണ്? ഇരുട്ടാണ്. ഉൻകോ സഹ് നഹി സക്ത, അവന് സഹിക്കാൻ പോലും പറ്റിയിരുന്നില്ല. ഇസ്കെ കാരൻ സപ്തം വാപ്പസ് ആകാശ് മേ ചല, അതുകൊണ്ട് സപ്തം എവിടേക്ക് പോവാണ്? തിരിച്ച് ആകാശത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇത്രയുമാണ് ആ ഒരു കുട്ടിയുടെ ഡയറി. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സപ്തം കി മാ പരേശാൻ ഥി, സപ്തമിന്റെ അമ്മ വളരെയധികം വിഷമിച്ചിരിക്കുകയാണ്. സപ്തം കോ വാപ്പസ് ദേക്കർ വ ബഹോത് ഖുഷ് ഹുയി. അപ്പൊ സപ്തം തിരിച്ചു വന്നത് കണ്ടിട്ട് അമ്മയ്ക്ക് നല്ല സന്തോഷമായി. സപ്തം और माँ के बीच की संभावित बातचीत को आगे बढ़ाए. അപ്പൊ അമ്മയും സപ്തമും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് എഴുതേണ്ടത്. നമുക്ക് നോക്കാം. മാ കഹാ ഗയേ ഥേ? മേ ബഹോത് പരേശാൻ ഹോ ഗയി ഥി. നീ എവിടെ പോയതായിരുന്നു? ഞാൻ വളരെയധികം പരിഭ്രമിച്ചു പോയി എന്ന് പറയാണ്. സപ്തം പറയാണ്, ധർത്തി പർ, ഞാൻ ഭൂമിയിലാണ് അമ്മേ പോയത്. മാ ക്യോ, എന്തിന്? സപ്തം പറയാണ്, ധർത്തി ബഹോത് സുന്ദർ ഹെ, ഭൂമി വളരെ സുന്ദരമാണ്. യഹ് ദേഖ്നെ കെ ലിയെ, അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് എന്ന് പറയാണ്. മാ വഹാ കൈസാ ഥാ, അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? സപ്തം ദിൻ ഭർ മേ മസ്തി സേ ചലാ ഗയാ. അപ്പൊ ദിവസം മുഴുവനും വളരെ സന്തോഷത്തോടു കൂടി ഞാൻ എന്ത് ചെയ്തു? എൻജോയ് ചെയ്തു. ലേക്കിൻ രാത്, പക്ഷെ രാത്രി. മാ രാത് കോ ക്യാ ഹുവാ ബേട്ടാ, രാത്രി എന്ത് സംഭവിച്ചു മകനെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറയാണ്, രാത് മേ ആരാം കർണേ കി, ആരാം കർണ എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുക. ഓക്കെ, രാത് മേ ആരാം കർണേ കി ജഗഹ കെ ലിയേ, രാത്രി വിശ്രമിക്കാനുള്ള ഒരു സ്ഥലത്തിന് വേണ്ടി മേ പേട്, ഞാൻ ആദ്യം മരത്തിന്റെ അടുത്തും, നിർജർ അരുവിയുടെ അടുത്തും, ലഡ്ക ആൺകുട്ടിയുടെ അടുത്തും ഒക്കെ ഞാൻ പോയി. കെ പാസ് ഗയ. മാ ഫിർ, ശേഷമോ? സപ്തം ഏക് ലഡ്കേനെ അപ്നി ഝോംപടി മേ മുझे रहने की जगह दी. അപ്പോൾ ഒരു ആൺകുട്ടി, അവസാനം ഞാൻ എത്തിയ ആ ഒരു ആൺകുട്ടി എന്ത് ചെയ്യാണ്? എനിക്ക് വേണ്ടിയിട്ട് തന്റെ വീട്ടിൽ താമസിച്ചോ എന്ന് പറയാണ്. ലേക്കിൻ വഹാങ്ക അന്ധേരാമേ സഹ് നഹി സക്ത, പക്ഷെ അവിടുത്തെ ആ ഒരു ഇരുട്ട് എനിക്ക് സഹിക്കാനേ പറ്റിയില്ല.
മാഫ് കീജിയേ മാം, എന്നോട് ക്ഷമിക്കൂ അമ്മേ, ഇനി ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് ആ ഒരു കോൺവെർസേഷൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ജൽ ബാങ്ക് എന്ന ചാപ്റ്ററിനെ കുറിച്ച് പഠിക്കാം. അപ്പൊ ജൽ ബാങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇതുവരെ പഠിച്ച പോലെ ഇതൊരു സാധാരണ കഥയോ കവിതയോ ഒന്നുമല്ല. ഇതെന്താണ്? വ്യംഗ്യലേഖാണ്. അപ്പോ ജൽ ബാങ്ക് എന്നുള്ളത് ഒരു വ്യംഗ്യലേഖാണ്. ഈ വ്യംഗ്യലേഖ എഴുതിയത് ആരാണ്? അശോക് ഗുജറാത്തി ആണ്. ഓക്കെ, അപ്പോ വ്യംഗ്യലേഖ എന്ന് പറഞ്ഞ സെറ്റയർ ആണ് കേട്ടോ. നോക്കാം. അപ്പൊ ഇവിടെ വാട്ടർ ATM-നെ കുറിച്ചുള്ള ഒരു വ്യംഗ്യലേഖാണ് നമുക്ക് അശോക് ഗുജറാത്തി എഴുതി തന്നത്. നോക്കാം. ചപ്പേ ചപ്പേ पर जल बैंक घुल गए हैं, लेखक की इस कल्पना के पीछे भविष्य का कौन सा संकेत है? ചപ്പേ ചപ്പേ पर എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ മുക്കിലും മൂലയിലും എന്തുണ്ട്? ജൽ ബാങ്ക് ഖുൽ ഗയേ ഹേ, ജൽ ബാങ്ക് തുറന്നിട്ടുണ്ട്. ലേഖക് की इस कल्पना के पीछे, ഈ ലേഖകൻ ഇങ്ങനെ എഴുതി വെച്ചത് ഭവിഷ്യക്കാ കോൺസാ സങ്കേത് ഹേ, ഭാവിയുടെ ഫ്യൂച്ചറിലെ എന്ത് കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണെന്നാണ് ചോദ്യം. നോക്കൂ. പാനി കി കമി ഏക് ഗംഭീർ സമസ്യ ബൻതി ജാ രഹി ഹേ, വെള്ളത്തിന്റെ ലഭ്യത കുറവ് ഒരു വലിയ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന്. പാനി കെ ലിയേ ഹമേ കിസി ജൽ ബാങ്ക് ജൈസി വ്യവസ്ഥാओं का ആശ്രയ ലേനാ പടേഗാ, അതായത് ഇന്ന് വെള്ളത്തിന് വേണ്ടി ഇങ്ങനെയുള്ള വാട്ടർ ബാങ്കുകളൊക്കെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും എന്നാണ് അശോക് ഗുജറാത്തി ആ ഒരു വ്യംഗ്യലേഖത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. പാനി പാനി ഹോന, പാനീദാർ ഹോന, ഇത് പ്രയോഗങ്ങളാണ്. ഇപ്പൊ നമ്മുടെ ജൽ ബാങ്ക് എന്ന വ്യംഗ്യലേഖത്തിലെ രണ്ട് പ്രയോഗങ്ങളാണ്. എന്തൊക്കെ? പാനി പാനി ഹോന എന്നുള്ളതും പാനീദാർ ഹോന എന്നുള്ളതും. ഇൻ പ്രയോഗോ കാ മത്ലബ് ക്യാ ഹെ, ഈ ഒരു പ്രയോഗങ്ങളുടെ അർത്ഥം എന്താണെന്നാണ് ചോദ്യം. നോക്കിയേ. പാനി പാനി ഹോന എന്ന് പറഞ്ഞാൽ ലജ്ജിത് ഹോന, ലജ്ജിക്ക. ഓക്കെ. ഇനി പാനീദാർ ഹോന എന്ന് പറഞ്ഞാലോ ധനി ഹോന, അതായത് നമ്മൾ കുറേ പണമുള്ള ഒരാളെ എന്ത് വിളിക്കും? പണക്കാരൻ എന്ന് വിളിക്കില്ലേ? അതുപോലെ തന്നെ കുറേ വെള്ളം കയ്യിലുള്ള സംഭരിച്ചു വെക്കുന്ന ഒരാളെയാണ് എന്ത് പറയുന്നത്? പാനീധാർ എന്ന് പറയുന്നത്. അപ്പൊ പാനീധാർ എന്ന് പറയുന്നത് ആരാണ്? ധനികനാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം അടുത്ത ചോദ്യം. ചാരോ മുഗലിയാം പാനി മേ, ഇസ് പ്രയോഗ സേ ആപ് ക്യാ സമജ്തേ ഹൈ, അതായത് ചാരോ മുഗലിയാം പാനി മേ എന്ന ഒരു പ്രയോഗം, അതിന്റെ അർത്ഥം എന്താണ്? എന്താണെന്ന് വെച്ചാൽ ജീവൻ മേ ബഡാ നുക്സാൻ ഹോന, നമ്മൾ ഇങ്ങനെ ഒരു വാട്ടർ ATM-ൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അവസാനം എന്താണ്? വെള്ളം കിട്ടാതെ നമ്മൾ ബുദ്ധിമുട്ടും എന്നാണ് ഇവിടെ പറയുന്നത്. ജീവൻ മേ ബഡാ നുക്സാൻ ഹോന, ജീവിതത്തിൽ വലിയ നഷ്ടം സംഭവിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ജൽ സംരക്ഷൺ കി ആവശ്യകത പർ നാരേ ബനായേ, ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്. 4 മാർക്കിനോ 2 മാർക്കിനോ. ഓക്കെ, നാരയാണെങ്കിൽ 2 മാർക്കിനായിരിക്കും, ഇത് പോസ്റ്റർ ആണെങ്കിൽ 4 മാർക്കിനായിരിക്കും. നമുക്ക് നോക്കാം. ജൽ ഹേ തോ കൽ ഹേ, ജൽ അമൂല്യ ഹേ, ജൽ ജീവൻ ആധാർ ഹേ, ജൽ നഹി തോ കൽ നഹി, ജലമില്ലെങ്കിൽ നാളെ ഇല്ല. ജൽ ജീവൻ പർ നിർഭർ ഹേ और जल संरक्षण आप पर, ജലം ജീവനിൽ നിർഭരമായിട്ടുള്ളതാണ്, ജലത്തിന്റെ സംരക്ഷണം നമ്മളിലും. നോക്കൂ. പാനി ബച്ചാവോ ജീവൻ ബച്ചാവോ, അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് പോസ്റ്റർ ആണെങ്കിൽ ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് പോസ്റ്ററിൽ എഴുതി കൊടുത്ത് വെള്ളം സംരക്ഷിക്കുക എന്ന ഒരു ചിത്രമൊക്കെ വരച്ചു കൊടുത്ത് ആ ഒരു സന്ദേശം നൽകുന്ന ചിത്രം വരച്ചു കൊടുത്ത് നമുക്ക് പോസ്റ്റർ ആകർഷകമാക്കാം. ഈ നാരയാണെങ്കിലോ, നാരയാണെങ്കിൽ എങ്ങനെ എഴുതാം? ജൽ ഹേ തോ കൽ ഹേ, ജൽ അമൂല്യ ഹേ, ഇങ്ങനെ കുറച്ച് വേർഡ്സ് ചെറിയൊരു ബോക്സിലാക്കി എഴുതി കൊടുക്കാം മുദ്രാവാക്യം പോലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 4 നിന്ന് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ബൈ.